എടാ മോനെ, വെൽക്കം ടു കാറക്സ്. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി ഇഗ്നിസ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഇഗ്നിസിന്റെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ആദ്യം തന്നെ പറയുന്നത് ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പക്ക അർബൻ ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ തരുന്ന ഒരു ലുക്കാണ് നമുക്ക് വെഹിക്കിളിന് ഫ്രണ്ടിൽ നിന്ന് വരുന്നത്. പിന്നെ തന്നെ എല്ലാം ആ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സെഗ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അതായത് കാറ് തന്നെയാണ് ആ എസ് യു വികളുടെ ഒരു സ്റ്റാൻസ് കുറച്ച് തരുന്നത്. അതായത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, ആ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ ഉണ്ടല്ലോ. ഒരു എസ് യു വി ഒരു റഫ് അല്ലെങ്കിൽ ടഫ് ലുക്ക് വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. ഒരു മിനി എസ് യു വി സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ ഈ ഒരു സെഗ്മെന്റിനെ പറയാം. കമ്പനി പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ നമുക്കിപ്പോ ഫ്രണ്ട് എന്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ഒരു സ്റ്റാൻസ് ആണ്. ഈ ഒരു ടോളായിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ്, ഈ കയറി നിൽക്കുന്ന ഒരു സ്റ്റാൻസ്. പിന്നെ അത്യാവശ്യം റേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗ്രില്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു 4 സ്ലാറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ആ ഒരു ലോഗോ കാണാം. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണ് വരുന്നത്, വിത്ത് DRLs വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഫോഗ് ലാംപ്സ് നമുക്കിവിടെ കാണാം. ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു സ്കിഡ് പ്ലേറ്റ്, അതാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫ്രണ്ടിലെ ഒരു അട്രാക്ഷനുകളിൽ ഒന്നെന്ന് പറയാവുന്ന ഒരു കാര്യം ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ്. അതൊരു നല്ല സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് സ്കിഡ് പ്ലേറ്റ്. പിന്നെ മേളിലേക്ക് വരുമ്പോൾ ഇവിടെ എയർ ഡാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്നിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഇഗ്നിസ് എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ടുള്ള ആൽഫ വേരിയന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വന്നേക്കുന്നത്. നമുക്കിപ്പോ സൈഡ് ഡിസൈനിലേക്ക് നോക്കാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴേക്കും മെയിനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് അലോയ് വീൽസ് വന്നേക്കുന്നത്. 15 ഇഞ്ചാണ്, 175/65 R15 ഇഞ്ചാണ് അലോയ് വീൽസ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 175/65 ആണ് ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ടയർ സൈസും ആണ്, വെഹിക്കിളിന് പറ്റിയൊരു ടയർ സൈസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുന്നത് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈൻ എലമെന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇനി ഫെൻഡർ നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബൾക്കി ഒരു ഫീലിലാണ് കൊടുത്തേക്കുന്നത് ആ ഫെൻഡർ കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് മിററിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാം മിററിൽ. പിന്നെ ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3700 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. 2435 mm ആണ് വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ മെയിൻ സൈഡിലേക്ക് വരുന്നത് അത്യാവശ്യം പിന്നെ നല്ലൊരു ലുക്ക്, ഈ വെഹിക്കിളിന് നല്ലൊരു ലുക്ക് വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റൂഫ് റെയിൽ കൊടുത്തേക്കുന്നത്. ഈ റൂഫ് റെയിൽ ആ ഒരു സിൽവർ ഫിനിഷിലാണ് റൂഫ് റെയിൽ കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കളറും ഈ ഒരു ബോഡി കളറുമായിട്ടൊക്കെ യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ കീല സെന്ററുടെ ആ ഒരു ഇത് നോബ് കൊടുത്തേക്കുന്നത് നമുക്കിവിടെ കാണാം ഡോർ ഹാൻഡിലില്. പിന്നെ 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ബാക്കിൽ ഈ ഒരു സെൻട്രൽ സൈഡ് വരുന്നത് നമുക്ക് അത്യാവശ്യം ആ ഒരു വൈഡർ ആയിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു മാസ്കുലിൻ ലുക്ക് വരുന്ന ഒരു രീതിയിലാണ്. എനിക്ക് മൊത്തത്തിൽ ഈ വെഹിക്കിളിന്റെ ആ ഒരു ടഫ് അല്ലെങ്കിൽ റഫ് ആൻഡ് ടഫ് ലുക്കാണ് ഈ വെഹിക്കിളിന് മൊത്തത്തിൽ കൊടുത്തേക്കുന്ന കമ്പനി. അത് അതിന്റെ ഡിസൈനിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കാണുമ്പോൾ തന്നെ അത് നമുക്ക് ഫീലും തരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബാക്ക് ഡിസൈനിലേക്ക് പോകാം. ബാക്ക് ഡിസൈനിലേക്ക് പോകാൻ ഇവിടെ കണ്ടോ ഈ 3 ലൈൻസ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ബോഡിയിൽ തന്നെ ഇങ്ങനെ ഒരു ബാഡ്ജ് ഇതുപോലെ കൊടുത്തേക്കുവാണ്. ഒരു 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ ബാക്ക് ഡിസൈനിലേക്ക് പോവാം. ഇഗ്നിസിന്റെ ബാക്ക് ഡിസൈനും പക്ക സ്പോർട്ടി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. ആരും തന്നെ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഈ ഒരു അടിപൊളി ഒരു സ്പോയിലർ ആണ്. അത് നമുക്ക് ഇൻബിൽട്ട് വരുന്നതാണ്. ആ സ്പോയിലർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സ്പോയിലറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ മേളിൽ നമുക്കൊരു ആന്റിന വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോർഗർ, റിയർ വൈപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു എയർ ഫ്ലോയ്ക്കൊക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും.
അത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതാണ് അങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് പോയേക്കുന്നത്. ആ ഒരു ഡിസൈൻ എലമെന്റ് അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ആ ഒരു ഡിസൈൻ എലമെന്റ് ഓവറോൾ ഒരു എങ്ങും നമുക്ക് ഈ വെഹിക്കിളിൽ ഒരു അഭംഗി തോന്നിക്കത്തില്ല. നല്ല ഭംഗിയാണ് വെഹിക്കിളിന് മൊത്തത്തിൽ. ആ ഒരു ബാക്കിലും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണ്, ആ ഒരു റഫ് ലുക്ക് തരുന്ന രീതി തന്നെയാണ് ബാക്ക് റിയർ ഡിസൈൻ നമുക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സുസുക്കിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് ഇഗ്നിസ് എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് ആണ് കൊടുത്തേക്കുന്നത്. നോർമൽ ടെയിൽ ലാമ്പാണ്, ഹാലജൻ ബൾബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. LED ടെയിൽ ലാമ്പ് അല്ല, നോർമൽ ഒരു ടെയിൽ ലാമ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിൽ തന്നെയാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം. പിന്നെ റിയർ സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്കിവിടെ. ബാക്കിലും ആ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബോഡി കളറായിട്ട് യോജിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാന്. ആ ഒരു സ്കിഡ് പ്ലേറ്റ് വന്നേക്കുന്നത് ഇത്രയാണ് റിയർ ഡിസൈനിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. 260 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഫാമിലിക്ക് നമുക്ക് ലഗേജ് ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്പേസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലാമ്പും വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്പെയർ ടയർ വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ ഇഗ്നിസിന്റെ ഇന്റീരിയർ കണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇഗ്നിസിന്റെ ഇന്റീരിയറിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ബ്ലാക്കും വൈറ്റും ആ ഒരു കോമ്പിനേഷൻ ഡ്യുവൽ ടോൺ ആണ് നമുക്ക് ഇന്റീരിയറിൽ കാണാനുള്ളത്. ഡാഷ്ബോർഡ് ആണെങ്കിലും ആ ഒരു വൈറ്റും ബ്ലാക്കും ആ ഒരു കളർ ടോണിലാണ് കൊടുത്തേക്കുന്നത്. പക്ക ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് നമുക്ക് ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ തന്നെ. ആ ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഡ്യുവൽ ടോൺ കളർ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്കൊരു ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയ വെഹിക്കിളിലോട്ടാണോ കയറുന്നത് അങ്ങനെയൊന്നും നമുക്കൊരു ഫീൽ ഇല്ല. ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് വെഹിക്കിളിനകത്ത് കയറുമ്പോൾ ഉള്ളത്. പിന്നെ ആ ഡാഷ്ബോർഡിന്റെ ഡിസൈൻ ആണെങ്കിലും ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു വൈഡർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ AC വെന്റ്സിലൊക്കെയാണ് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിന്റെ സൈഡിൽ നമുക്ക് ആ ഒരു കാർബൺ ഒരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്നും വെക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു കട്ടിങ് ഇങ്ങനെ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ഒരു AC വെന്റ്സ് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെയൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു 7 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. സ്മാർട്ട് പ്ലേ, മാരുതിയുടെ സ്മാർട്ട് പ്ലേ എന്ന് പറയുന്ന ഓഡിയോ സിസ്റ്റം വരുന്നതാണ്. 6 സ്പീക്കേഴ്സ് വരുന്നതാണ്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും ആണ് വെഹിക്കിളിൽ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പിന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയേർഡ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു നമ്മുടെ ഒരു AC-യുടെ ഒരു ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ക സ്പോർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെ ആ ഒരു ടോഗിൾ സ്വിച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നതാണേലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു നല്ല ഭംഗിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ ആ ഒരു റൊട്ടേറ്ററി ഫീലൊക്കെ തരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഈ ഒരു സ്ക്രീൻ ആണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആകുന്ന രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ക്ലൈമട്രോണിക് AC ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡമ്മി സ്വിച്ചസ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ടും ഓക്സും കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സ്റ്റോറേജ് മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ. പിന്നെ താഴോട്ട് ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വെഹിക്കിള് ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിള് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഒരു 5 സ്പീഡാണ്. അപ്പൊ അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ ലിവർ ആണ് ഈ കാണുന്നത്. അതിന്റെ ചുറ്റിനും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ആ ഒരു സിൽവർ ഫിനിഷും കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആ ഒരു ബോഡി കളർ കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ട്. ആ ബോഡി കളർ വരുന്നത് കാണാൻ ഒരു രസമുണ്ട് കാണാൻ. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ വേണ്ട താഴോട്ട് വരുമ്പോഴത്തേക്കും നോർമൽ ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. അവിടെ നമുക്കൊരു കീസ് ആപ്പ് എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ഒരു കംഫി സീറ്റ് ആണെന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബാക്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ വെഹിക്കിള് അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ യൂസ് ചെയ്യുന്ന സമയം നമ്മൾ അങ്ങനെ തെറ്റി മാറി പോയില്ല. നമ്മളിവിടെ നല്ല ഫിറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു
സീറ്റിന്റെ ഡിസൈൻ ഒരു എലമെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ഫുൾ ബ്ലാക്ക് സീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കിനും മെയിൻ ആയിട്ടും പറയാനുള്ള ഇവിടെ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. കുഴപ്പമില്ലാതെ മാരിയുടെ ഒരു തലമായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഒരു സിൽവർ ആക്സെന്റ് ഒക്കെ വന്ന് പോകുന്നുണ്ട്. അത്രയാണ് അതിനകത്ത് പറയാനുള്ളത്. ക്രൂസ് കൺട്രോളോ കാര്യങ്ങളൊന്നും നമുക്ക് വെഹിക്കിളിൽ വരുന്നില്ല. പിന്നെ അതുകൊണ്ട് നേരെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അനലോഗ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ സെന്ററിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ സെറ്റ് ആ രീതിയിലാണ്. അത് പക്ഷെ ഒരു ഡിജിറ്റലി ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡിജിറ്റൽ രീതിയിലാണ് റേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. നോക്കണം, ആവറേജ്, മൈലേജ്, സ്പീഡ്, ഡ്രൈവിംഗ് ടൈം, ഡിസ്റ്റൻസ് ടു MT ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവിടാണ് അതിന്റെ സ്വിച്ചസും കാര്യങ്ങളും. അതിന്റെ ഇവിടെ കണ്ടോ, ഇവിടാണ് അതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യുന്നത്, ഹെഡ് ലാമ്പ് ലെവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. ഈ ഒരു ഗ്ലൗ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് വരുന്നത് ഒരു ഓട്ടോ IRVM അല്ല, നോർമൽ മിറേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് ആ ഒരു വൈറ്റും ബ്ലാക്കും ആ ഒരു കോമ്പിനേഷനാണ്. ആ ഡോർ ഹാൻഡിൽ നമുക്ക് ആ ഒരു ബോഡി കളറായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തത്. സൈഡിൽ നമുക്കൊരു അത്യാവശ്യം ഫയൽസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത്ര കാര്യമാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ബാക്കിൽ സീറ്റിൽ നമുക്ക് ഇരുന്ന് നോക്കാം. അവിടെ എന്താണ് ഒക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, റൗണ്ട് അടിച്ച് പാടാം. യെസ്, അപ്പൊ നമ്മുടെ ഇഗ്നിസിന്റെ ബാക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, ആ രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റിന്റെ ബാക്കിൽ ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം വരുന്നുണ്ട് നമുക്ക് വെഹിക്കിളിന്. ഒരു 5 ഫിംഗർ ഗ്യാപ്പ് തന്നെ, 5 ഫിംഗറിന് മേലുള്ള ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ തന്നെ നമുക്കൊരു ഹെഡ് റൂം വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല നമുക്കൊരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഒരു നീ റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാം. ഇവിടെ ആണെങ്കിലും നമുക്ക് പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ പറയുന്ന പോലെ നമ്മുടെ ഇവിടെ ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ഈ ഒരു ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ്. നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് ആ ഒരു വൈറ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ആ ഒരു നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇഗ്നിസിന്റെ ബാക്ക് സീറ്റിലെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. അതിന് തന്നെ നമുക്ക് എഞ്ചിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് വരുന്നത് ഇഗ്നിസിൽ വരുന്നത് 1.2 ലിറ്റർ VVT പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ ആണ്. എന്റെ പവർ ഫിഗേഴ്സ് വരുന്നത് 61 PS പവറും 113 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗേഴ്സ് ആണ്. അത് നമുക്ക് ഡ്രൈവ് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല പെപ്പി എഞ്ചിനാണ്. കാരണം നല്ലൊരു നമുക്കൊരു ആ ഒരു പവർ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമുക്ക് കാലം അത്യാവശ്യം നമ്മൾ റോഡിൽ ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കൊരു ലാഗ് ഒന്നും വെഹിക്കിളിന് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇപ്പൊ ഡ്രൈവ് ആയിട്ട് എടുത്തേക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഈ വെഹിക്കിളിന് ഓൾറെഡി നമുക്ക് AGS വരുന്നുണ്ട്, ഓട്ടോമാറ്റഡ് ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ്. അത് MT വേരിയന്റും വരുന്നുണ്ട്. നമ്മളിപ്പോ മാനുവൽ ആണ് ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷനെ പറ്റി പറയുമ്പോഴത്തേക്കിനും നമുക്ക് ക്ലച്ച് ആണെങ്കിൽ വളരെ ലൈറ്റ് ക്ലച്ച് ആണ്. എനിക്കൊരു ചെറിയ പനിയുടെ ഒരു കൊണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഈ ത്രോട്ട് ഇടയ്ക്ക് പ്രശ്നം വരുന്നത്. ട്രാൻസ്മിഷൻ വന്നിട്ട് നമുക്ക് ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നമുക്ക് ക്ലച്ച്
നല്ല ലൈറ്റ് ക്ലച്ച് ആണ്, നല്ല ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഇപ്പം മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും നമ്മളിപ്പോ ഒരു സിറ്റി ട്രാഫിക്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒട്ടും ഫീൽ ചെയ്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ആണ്. ഗിയർ ഒക്കെ ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ത്രോ ചെയ്ത് പോകുന്ന രീതിയിലാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കൊരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല, നല്ല സ്മൂത്ത് ആണ്. സിൽക്കി സ്മൂത്ത് തന്നെ പറയാവുന്ന രീതിയിലാണ് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് വരുന്നുണ്ട് വെഹിക്കിള്. പിന്നെ നമുക്ക് സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് മക്ഫേർസൺ സ്റ്റാർട്ട് ആണ് വരുന്നത്, ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പും ആണ് സസ്പെൻഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വന്നിട്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്, അത്യാവശ്യം നല്ല മനോറിറ്റി ഉള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഒരു നമുക്ക് അത്ര ഒരു വലിയ ഭയങ്കരമായിട്ടൊരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും തരുന്ന രീതിയിലുള്ള വളരെ ലൈറ്റ് ആണ് സ്റ്റിയറിംഗ്. പിന്നെ നമുക്ക് ഒരു മൈലേജ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഞാൻ ഈ ഒരു ഡ്രൈവിനായിട്ട് എടുത്ത സമയത്തൊക്കെ കൂടുതലും സിറ്റിയിലാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ത്രോട്ടിൽ ചെയ്തൊക്കെ ഓടിക്കുമല്ലോ, ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് പോലും എനിക്ക് ക്ലസ്റ്ററിൽ കാണിക്കുന്നത് 14 ആ ഒരു റേഞ്ച് ആണ്. 14.5 ആ റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട് മൈലേജ്. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ഹൈവേയിലൊക്കെ 18+ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും മൈലേജ്. പിന്നെ നമുക്ക് ഓവറോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ABS, EBD, ESP അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. ആ സേഫ്റ്റി സൈഡിലൊന്നും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇഗ്നിസ്. അപ്പൊ അത്രയാണ് നമുക്ക് തന്നെ ഇഗ്നിസിന്റെ വീഡിയോയിൽ പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ നെക്സ പാലാരിവട്ടം ഷോറൂം ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഹൈക്കസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. പോരെ.